മിക്ക പാരന്റ്സിന്റെയും കംപ്ലൈന്റ് ആണ് കുട്ടികളുടെ വാശി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കയ്യിൽ കിട്ടുന്നത് വലിച്ചെറിയുക, ദേഷ്യം കാണിക്കുക, തല്ലുക, ഇങ്ങനെയുള്ളതൊക്കെ അവരുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ തുടരും. എങ്ങനെയാണ് ഈ വാശി കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പല പാരന്റ്സിനും അറിയില്ല. വാശി കൺട്രോൾ ചെയ്യണമെങ്കിൽ വാശി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴാ വാശി പിടിക്കുന്നത്? ഒരു കാര്യം നേടിയെടുക്കാൻ. സോ ഇത് അവരുടെ ഒരു വേ ഓഫ് എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ ചെയ്തപ്പോ കാര്യം നടന്നു, ഞാൻ ഒന്ന് കരഞ്ഞപ്പോ എന്റെ ആഗ്രഹം നടന്നു. ഈ രീതിയിലാണ് മറ്റൊരാളിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടെന്നുള്ളൊരു വിദ്യാബോധം കുട്ടികളിൽ എവിടെയോ ഉണ്ടാകുന്നു. സത്യത്തിൽ ഒരു വയസ്സിനു മുമ്പേ കുട്ടികൾ നോ മനസ്സിലാക്കും. പക്ഷെ പല പാരന്റ്സും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പലപ്പോഴും 3 വയസ്സുള്ള കുട്ടികളോട് പോലും നോ പറയാൻ പാരന്റ്സിന് ബുദ്ധിമുട്ടാണ്. കുട്ടികൾ നിരാശകളിലൂടെ തന്നെ വളരണം. ആ ഡിസപ്പോയിന്റ്മെന്റ്സ് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് കിട്ടണം. കുട്ടികളുടെ റെസീലിയൻസ്, അതായത് ചെറിയ ചെറിയ നിരാശകളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം. അതല്ലെങ്കിൽ അതിന് കൃത്യമായ സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എഫിഷ്യന്റ് ഇമോഷണൽ ബാലൻസ് ഉള്ള ഫ്യൂച്ചർ കിഡ്സിനെ ബിൽഡ് ചെയ്യാൻ ഇവിടെയാണ് ടൈം കിഡ്സ് നിങ്ങളെ സഹായിക്കുന്നത്. വെൽക്കം ടു ടൈം കിഡ്സ് പ്രീ സ്കൂൾ ആറ്റിങ്ങൽ.